ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോ ടെക്നിക്കൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിൾ ആയ ഒരു വീഡിയോ ആണ്. എന്റെ ഒരു വാഹനമുണ്ട്, അത് TVSന്റെ XL സൂപ്പർ ഹെവി ഡ്യൂട്ടി ആണ്. ആ ഒരു വാഹനത്തിൽ ബാറ്ററി ഇല്ല. ഇല്ലാത്തതിനാൽ നമുക്ക് ഇതുപോലെയുള്ള LED-കളൊന്നും അതിൽ ഗ്ലോ ചെയ്യിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലെയുള്ള LED-കളൊക്കെ 12 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു വാഹനത്തിന്റെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 12 വോൾട്ട് AC കറണ്ട് ആണ്. ആ ഒരു കറണ്ട് ആണ് ആ ഒരു വാഹനത്തിന്റെ ആക്സറീസ് റൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ആ ഒരു കറണ്ടിൽ ഇതുപോലെയുള്ള LED-കൾ ഗ്ലോ ചെയ്യില്ലെന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയി തന്നെ ഇതുപോലെയുള്ള LED-കളൊക്കെ ആ ഒരു വാഹനത്തിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സർക്യൂട്ട് ചെയ്യാൻ കുറച്ച് പാർട്സിന്റെ ആവശ്യമുണ്ട്. ഒരു 1N4007 എന്ന ഡയോഡ് ഒരു 4 എണ്ണം നമുക്ക് വേണം. ഇത് വെച്ചാണ് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുന്നത്. ഒരു 1000 UF 25 വോൾട്ടിന്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഒരു L7812 എന്ന ഒരു റെഗുലേറ്റർ IC. ഇത്തരം കമ്പോണൻസ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ സർക്യൂട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് 2 ഡയോഡ് എടുത്തിട്ട് ആ 2 ഡയോഡിന്റെ വരെയുള്ള ഭാഗങ്ങൾ തമ്മിലൊന്ന് നന്നായി തന്നെ കൂട്ടി പിരിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോ 2 ഡയോഡിന്റെ വരെയുള്ളതോടെ നന്നായി തന്നെ കൂട്ടി പിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി 2 ഡയോഡ് എടുത്തിട്ട് ആ 2 ഡയോഡിന്റെ വരയില്ലാത്ത ഭാഗങ്ങൾ കൂട്ടി നമുക്ക് നന്നായി തന്നെ പിരിച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായി തന്നെ പിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡയോഡിന്റെ വരയുള്ള ഭാഗം ഈ ഒരു ഡയോഡിന്റെ വരയില്ലാത്തോടെ നമുക്കൊന്ന് പിരിച്ചെടുക്കാം കൂട്ടി. അതിനുശേഷം ഇവിടെ ഈ ഒരു ഡയോഡിന്റെ വരയുള്ള ഭാഗം ഈ ഒരു ഡയോഡിന്റെ വരയില്ലാത്ത ഭാഗം കൂടെ നമുക്ക് പിരിച്ചെടുത്തേക്കാം. പിരിച്ചെടുക്കുമ്പോൾ ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ നല്ല ടൈറ്റായി തന്നെ പിരിച്ചെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇത് കൂട്ടി പിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കട്ടർ എടുത്തിട്ട് ഇതിന്റെ അധികമായി നിൽക്കുന്ന ലെഗൊക്കെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് ഒതുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇതിന്റെ ലെഗൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാ ലെഗിലും ഒന്ന് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തേക്കാം. ഇത് നല്ല ടൈറ്റായി തന്നെ ഒരിക്കലും ലൂസ് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ലെഡൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 2 ഡയോഡിന്റെ വരയുള്ള ഭാഗത്തേക്കും 2 ഡയോഡിന്റെ വരയില്ലാത്ത ഭാഗത്തേക്കും നമ്മുടെ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ജോയിൻ ചെയ്യാം. ഈ കപ്പാസിറ്റർ ജോയിൻ ചെയ്യേണ്ട കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ഇതാണ്. ഈ ഒരു ലൈനുള്ള ഭാഗമാണ് ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ്. കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് നമുക്ക് കണക്ട് ചെയ്യേണ്ട ഈ 2 ഡയോഡിന്റെ വരയില്ലാത്ത ഭാഗം വരുന്നിടത്തേക്കും കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് 2 ഡയോഡിന്റെ വരയുള്ള ഭാഗം വരുന്നിടത്തേക്കുമാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ ഈ ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ഇവിടെ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 വയർ എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഡയോഡിന്റെ വരയുള്ള ഭാഗവും ഒരു ഡയോഡിന്റെ വരയില്ലാത്ത ഭാഗവും വരുന്ന 2 പോയിന്റിലേക്കും നന്നായി തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ വയറുകളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ 2 വയറിന്റെ പീസ് എടുത്തിട്ട് നമ്മുടെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവും നെഗറ്റീവിലേക്കും നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ വയറൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അധികമായി നിൽക്കുന്ന ലെഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു 4 സ്ലീവ് എടുത്തിട്ട് നമ്മളുടെ ഓരോ വയറിലേക്കും കയറ്റി ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സ്ലീവൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ കയറ്റി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായി തന്നെ ഹീറ്റ് ചെയ്ത് ഇടുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്ലീവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലേഷൻ ടേപ്പൊക്കെ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ സ്ലീവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റെഗുലേറ്റർ IC എടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് പിന്നിലേക്ക് നമ്മുടെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് എന്നുള്ള വയറും ഇതിന്റെ സെൻട്രലത്തെ പിന്നിലേക്ക് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് എന്നുള്ള വയറും നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക.
ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇത് ഇവിടെ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു വയറിന്റെ പീസ് എടുത്ത് ഇതിന്റെ ബ്ലാക്ക് വയർ നമ്മുടെ ഐസിയുടെ സെൻട്രലത്തെ പിന്നിലേക്കും റെഡ് വയർ ഈ ഐസിയുടെ ലാസ്റ്റ് പിന്നിലേക്കും നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വയർ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ വാഹനത്തിലെ 12 വോൾട്ട് AC ഈ ഒരു 2 വയറിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ 2 വയറിൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് വരുന്ന AC കറണ്ട് കൺവേർട്ട് ആയി 12 വോൾട്ട് DC ആയിട്ട് ഈ 2 വയറിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വാഹനത്തിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിന്റെ അകത്ത് നമ്മൾ ഈ ഒരു LED ആണ് ഞാനിവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഹെഡ്ലൈറ്റിന്റെ അകത്ത് ഈ ഒരു LED മാത്രമല്ല, വാഹനത്തിന്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഇതുപോലെയുള്ള LEDകളും ഒക്കെ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് അഴിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് അഴിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഹെഡ്ലൈറ്റ് അഴിക്കാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ കാണും, പിന്നെ ഇവിടെ ഒരു സ്ക്രൂ. ഈ 2 സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡൂം മൊത്തത്തോടെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2 സ്ക്രൂ ലൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഡൂമിൽ ഇങ്ങനെ പതുക്കെ വലിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്, അത് പതുക്കെ പൊക്കിയെടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഡൂം ഊരിയെടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു കണക്ടറും പതുക്കെ പ്രസ് ചെയ്തതിനു ശേഷം ഒന്നിങ്ങോട്ട് പുള്ളി ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് വളരെ സിമ്പിൾ ആയി തന്നെ ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് അഴിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബൾബ് ഹോൾഡറിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബൾബ് വളരെ സിമ്പിൾ ആയി തന്നെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബൾബ് എടുത്തിട്ട് ഈ ഒരു ഹോൾ, ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഹോളിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ബൾബ് വെക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡൂമിൽ സോൾഡറിംഗ് ആൻഡ് വെച്ച് ഹോളിട്ടും വേണമെങ്കിൽ ഈ ബൾബ് പിടിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹോൾ ഇടുന്നില്ല, ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബൾബ് പിടിപ്പിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് വയർ ഈ ഒരു ബൾബിലേക്ക് സോൾഡർ ചെയ്യണം. അതിനായി നമ്മൾ ഈ 2 ഹോളിൽ കൂടെ നമ്മുടെ വയർ അകത്തോട്ട് എടുത്ത് നമ്മുടെ ബൾബിന്റെ നെഗറ്റീവും പോസിറ്റീവിലേക്ക് നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ബൾബിലേക്ക് ഈ 2 വയർ ഇവിടെ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ബൾബിന്റെ പുറകെ നന്നായി തന്നെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക, ഈ വയറൊന്നും വിട്ടുപോരാതിരിക്കാനും ഷോർട്ട് ആകാതിരിക്കാനും. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ ബൾബ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വയറിൽ പിടിച്ച് പതുക്കെ വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബൾബ് ഈ ഒരു ഹോളിലേക്ക് കയറി കറക്റ്റായി തന്നെ ഫിറ്റ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബൾബ് ഇവിടെ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഹനത്തിലേക്ക് പോയി ബാക്കി കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബൾബ് തിരിച്ച് വെച്ചൊന്ന് ഫിറ്റ് ചെയ്തേക്കാം. നന്നായി പതുക്കെ ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം വലിച്ചേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഫിൽറ്റർ സെക്ഷനിൽ നിന്ന് വരുന്ന കപ്പാസിറ്ററിൻ്റെ ഒരു വയർ എടുത്തിട്ട് ഈ കണക്ഷൻ്റെ അകത്തെ ബ്ലാക്ക് വയറിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇറക്കി വെച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വയറൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ടേപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വാഹനത്തിലെ 12 വോൾട്ട് AC ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനായി നമ്മുടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് മോഡിലാണ്. അതിനുശേഷം നമ്മുടെ മീറ്റർ എടുത്ത് 200 വോൾട്ട് AC ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു പ്രോബ് എടുത്ത് ഇതിലെ ഈ ഒരു കണക്ഷൻ, ഇതാണ് ഇതിന്റെ കീ സ്വിച്ച് വയർ, ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ പ്രോബ് കയറ്റിയിട്ട് വാഹനത്തിന്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് തൊടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9 വോൾട്ട് 10 വോൾട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ വാഹനം പതുക്കെ ആക്സിലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വയറിലേക്കാണ് നമ്മുടെ ഡയോഡിന്റെ അടുത്ത വയർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്വിച്ചും കൂടെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, അത് നമ്മൾ നേരത്തെ ലിസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നമ്മുടെ സ്വിച്ചിന്റെ 2ാമത്തെ ലെഗിലെ വയർ എടുത്ത് നമ്മളുടെ ഈ ഒരു കണക്ഷനിലേക്ക് ഡയോഡിൽ നിന്ന് വരുന്ന ആ ഒരു ഡയോഡിന്റെ വരയുള്ള ഭാഗം ഒരു ഡയോഡിന്റെ വരയില്ലാത്ത ഭാഗം വരുന്ന ഒരു വയറിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വയർ നന്നായി തന്നെ ഷോർട്ട് ആവാത്ത രീതിയിൽ ടേപ്പ് അടിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എല്ലാ വയറും ഇവിടെ നന്നായി തന്നെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ഇവിടെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലൈറ്റ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഗ്ലോ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഈ റെഗുലേറ്റർ റേസ് ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ വാഹനം എത്ര റേസ് ചെയ്താലും ഈ ബൾബിന് ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ നമുക്ക് വാഹനം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഷോർട്ട് ആകാത്ത രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇവിടെ തിരിച്ച് അതേ രീതിയിൽ തന്നെ കയറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലെയുള്ള പഴയ വാഹനങ്ങളിലൊക്കെ ഇതുപോലെയുള്ള LED ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു TVS എക്സലിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത്. TVS എക്സൽ മാത്രമല്ല, പഴയ വിജയ് സൂപ്പർ, ലാംബി, ബജാജ്, വെസ്പ ഇങ്ങനെയുള്ള എല്ലാ സ്കൂട്ടറുകളിലും നമുക്ക് ഇങ്ങനെ തന്നെ LED ലൈറ്റ് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.